ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പാട്രിഡ്ജ് എന്ന പക്ഷിയെ പറ്റിയാണ്. പാട്രിഡ്ജ് എന്ന് പറയുന്നത് നിലത്ത് താമസിക്കുന്ന കോഴിയോട് സാമ്യമുള്ള ചെറുതും നടുവതുമായ പക്ഷിവർഗങ്ങളെയാണ്. ഇന്ത്യയിൽ ഇവയെ സാധാരണയായി ഫ്രാങ്കോളിൻ എന്ന പേരിലും വിളിക്കുന്നു. പാട്രിഡ്ജ് പക്ഷികളുടെ ശരീരം വലുതും കഴുത്ത് നീളം കുറഞ്ഞതുമാണ്. ഇവയുടെ ചിറകുകൾ ചെറുതായതിനാൽ ഇവയ്ക്ക് അധിക ദൂരം പറക്കാനാവില്ല. ഈ പക്ഷികളുടെ ശരീരത്തിൻ്റെ നിറം തവിട്ട്, ചാര, കറുപ്പ് കലർന്ന പുള്ളികളോടും കൂടിയതാണ്. ഈ പാട്രിഡ്ജ് ശത്രുക്കൾ വരുമ്പോൾ നിലത്ത് ഒളിക്കാൻ അനുയോജ്യമായ നിറമാണ് ഉള്ളത്. ഇവയുടെ ആവാസസ്ഥലം തുറന്ന കൃഷിസ്ഥലങ്ങൾ, പുല്ലുനിലങ്ങൾ, കാട്ടിൻ അരികുകൾ എന്നിവിടങ്ങളിലാണ്. ഈ പക്ഷികളെ സാധാരണമായി ഇന്ത്യയിൽ എല്ലായിടത്തും കണ്ടുവരുന്നു. പാട്രിഡ്ജ് പക്ഷികൾ സാധാരണയായി ധാന്യങ്ങൾ, വിത്തുകൾ, കീടങ്ങൾ, പുഴുക്കൾ, ചെറിയ പുല്ലുകളും ഇലകളും ഒക്കെയാണ് ഭക്ഷിക്കുന്നത്. ആൺപക്ഷിയും പെൺപക്ഷിയും കൂടി നിലത്ത് കുടിയുണ്ടാകുന്നു. പാട്രിഡ്ജ് പക്ഷികൾ നിലത്ത് കുഴിയുണ്ടാക്കി പുല്ലുകൂട്ടിയാണ് കൂടുണ്ടാക്കാറുള്ളത്. ഇവർ നിലത്ത് ചെറു കുഴിയുണ്ടാക്കി 6 മുതൽ 12 മുട്ടകൾ വരെ ആണ് ഇടുന്നത്. പാട്രിഡ്ജ് പക്ഷികളിൽ പെൺപക്ഷി ഒറ്റയ്ക്ക് മുട്ട കാത്തു സൂക്ഷിക്കുന്നവരാണ്. 18 23 ദിവസം വരെ അമ്മപ്പക്ഷി മുട്ടയെ കാത്തു സൂക്ഷിക്കുന്നു. മുട്ട വിരിഞ്ഞ് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ കൂട്ടമായി കൊണ്ടു നടത്തി സംരക്ഷിക്കുന്നു. ഈ പക്ഷി കുഞ്ഞുങ്ങൾ 3-4 ആഴ്ചയ്ക്കുള്ളിൽ വളർന്ന് വലുതാവുന്നു. അപ്പോൾ അവയുടെ ചിറക് ശക്തമാകുന്നു. ശരീരനിറം ക്രമേണ മുതിർന്ന പക്ഷിയുടേതിലേക്ക് മാറുന്നു. ചെറിയ ഉയരങ്ങളിൽ പറക്കാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. 2-3 മാസത്തിനുള്ളിൽ ഈ പക്ഷികൾ പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നു. ഈ പക്ഷികൾ പ്രത്യേകിച്ച് രാവിലെ സമയത്ത് ഉച്ചത്തിൽ കിർ കിർ എന്ന ശബ്ദം ഉണ്ടാകുന്നു. ഇന്ത്യയിൽ കാണുന്ന പ്രധാന പാട്രിഡ്ജ് പക്ഷികളാണ് ഗ്രേ ഫ്രാങ്കോളിൻ, ബ്ലാക്ക് ഫ്രാങ്കോളിൻ, പെയിൻറ്റഡ് ഫ്രാങ്കോളിൻ മുതലായവ. 2-3 മാസത്തിനുള്ളിൽ ഈ പക്ഷികൾ പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നു. വീണ്ടും ഇണകളെ കണ്ടെത്തി ജീവിതചക്രം ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ പാട്രിഡ്ജ് പക്ഷികൾ കൂടുതലായും കണ്ടുവരുന്നത് തുറന്ന നിലങ്ങളിലും വയലുകളിലുമാണ്. പാട്രിഡ്ജ് പക്ഷികളുടെ ആയുസ് സാധാരണ 3-6 വർഷം വരെയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.